welcome back to Foodies Vlogs. Foodies Vlogs in മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റേഷൻ അരി, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന റേഷൻ അരി വെച്ചിട്ട് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണ്. നമ്മൾ ആ ബിരിയാണി റൈസൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. റേഷൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുരുമുളകും പട്ടയും ഗ്രാമ്പുമെല്ലാം ഇട്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ആദ്യം വേവ് വെച്ച് അങ്ങ് എടുത്തേക്കാണ്. കുറച്ച് എണ്ണ, ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഫ്രോസൺ ഗ്രീൻ പീസ്, ഉപ്പ്, കുരുമുളക്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ മാത്രം അരിഞ്ഞ് ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറിയാണ് അതൊക്കെ അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒതന്റിക് ഫ്രൈഡ് റൈസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്രൈഡ് റൈസ്. റേഷനറി വെച്ചാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉരുളി ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി, ഒരുപാട് എണ്ണ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മൊത്തം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. മൊത്തം അതിലേക്ക് ഇടുവാണ്. അപ്പോൾ എണ്ണ നമ്മൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കും. സവോള ഇടണമെങ്കിൽ ഇടാം, കടുക് പൊട്ടിക്കാൻ കടുക് പൊടിക്കാം. അപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. വളരെ എളുപ്പത്തിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസ് ആണ്. ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. നല്ലോണം ഒന്ന് വാടി വരും. നല്ലോണം ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം ഇട്ട് അത് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇടാം. വാടി വരാനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവസാനം ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് വാടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പച്ചക്കറി തന്നെ പെട്ടെന്ന് ആ പച്ചമണം മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് വേവിക്കൊന്നും വേണം, ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. പച്ചമണമൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 സ്പൂണോളം ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് അരി എടുത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ് അരിയാണ് വേണ്ടത്, 2 നാഴി അരി. അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് നടക്കി കൊടുക്കും. കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് ആ ടൊമാറ്റോ സോസിൻ്റെ രുചി ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറൊരു സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ടൊമാറ്റോ സോസ് മാത്രം നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് സോയാ സോസും ചില്ലി സോസും ആഡ് ചെയ്യാം. അതാണ് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്താണ് പറഞ്ഞത്. നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് മാത്രം, ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാനും സ്മെല്ല് കിട്ടാനും മാത്രം നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് കുറച്ച് നേരം കൂടെ തീരുന്നിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കൊടുക്കാം. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേഷൻ അരി എന്നും തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു ദിവസം മാറ്റി ഒരു വെറൈറ്റി ആയിക്കോളും. പിന്നെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് മാറും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും കൂടി മറക്കരുത്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.